അച്ഛനും മോൾക്കും ഒരേപോലെ വയ്യാതായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം മോളെ കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ദാ കുഞ്ഞിനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഒരു ന്യൂസ്റ്റും അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വരുന്ന വഴിക്കാണെങ്കിൽ റംബൂട്ടാൻ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഇപ്പം നമുക്ക് കഴിക്കാൻ കിട്ടുന്നേ ഇല്ല. നല്ല റേറ്റ് ഉണ്ടായിരുന്നേ. അതിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. കിലോയ്ക്ക് എനിക്ക് 400 എത്രയോ അങ്ങോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയിൽ തന്നെ രണ്ടെണ്ണം അകത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ഈ കൂഴയും പിന്നെന്താ വരിക്ക എന്നൊക്കെ പറയും. ഇത് വരിക്കയുടെ ആ ഒരു ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വലിഞ്ഞ് വരത്തില്ല. ആ ഒരു ഇതിനകത്തുനിന്ന് തന്നെ ഇളകി, ആ കുരുവിനകത്തുനിന്ന് തന്നെ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്നിട്ടൊരു മുട്ടയും കൂടെ വറുത്തിട്ട് കഴിക്കാമെന്ന് കരുതി. ഉച്ച ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പം തന്നെ. പിന്നെ രസമൊക്കെ അമ്മ വെച്ചിട്ടാണ് കേട്ടോ പോയത്. രസവും പിന്നെ തോരനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ടയും കൂടെ വറുത്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് മോളെ കളിപ്പിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് ഇതാ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് അമ്മ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കുള്ള